ഈ നല്ല കടുത്ത ചൂടത്തൊക്കെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 2 ഡ്രിങ്ക്സ് എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ള നല്ലൊരു ഡ്രിങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകളൊന്നും വേണ്ട കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഉള്ള കുഞ്ഞ് 1-2 കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നമ്മുടെ പാനിലേക്ക് ഇതുപോലെ ഒരു 3 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ പാൽ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്കാണ്, ഓൺ ആക്കിയിട്ടില്ല. ഓൺ ആക്കുന്നതിന് മുന്നേ തന്നെ ഒരു 1/2 ഗ്ലാസ് റവ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ആ ഒരു കട്ട മാറ്റിയതിന് ശേഷം നമുക്ക് തീ ഓൺ ആക്കാം കേട്ടോ. തീ ഓൺ ആക്കിയതിന് ശേഷം നമുക്കൊരു ഏകദേശം ഒരു 3 ഗ്ലാസ് പാലിന് ഏകദേശം ഒരു 3 ഗ്ലാസോളം വെള്ളം നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഒരു ഡ്രിങ്കിന് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കിട്ടാനായിട്ട് നമുക്കിത് ഇതുപോലെ കസ്റ്റർഡ് പൗഡർ ഒരു 1-2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ നന്നായിട്ട് ഒരു വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു പാല് ഒന്ന് ചൂടായി വരുന്നതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി പയ്യെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഒരെണ്ണം ഇട്ടാൽ മതി. ഇതുപോലെ ഒന്ന് ചീമ്പിയിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. നമുക്കിപ്പം നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ നമുക്ക് പുറത്തുനിന്നൊക്കെ ആളുകളൊക്കെ വരുന്ന ടൈമിലാണെങ്കിലും നമുക്ക് വച്ച് കൊടുക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പം നമുക്കത് തീ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇനി ഓഫ് ചെയ്തിട്ടിട്ട് നമ്മളിത് ചൂടിനോടല്ല കഴിക്കുന്നത്, നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഈ തണുപ്പിച്ച് കഴിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഏലക്ക ഞാൻ പിടിച്ചിട്ട് ഇടാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഇതുപോലെ നിങ്ങൾക്ക് വാനില എസൻസ് ഉള്ളവർക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു ടൈമിൽ ചൂടാറി വരുന്ന ആ ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ നമുക്ക് താളിച്ച് കൊടുക്കേണ്ടതെന്ന് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഇത്തിരി വാനില എസൻസ് നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാഷ്യൂ നട്ട്സ് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊട്ടിച്ച് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് നല്ല നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വാനില എസൻസ് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾ നല്ല ചെറിയ രീതിയിലൊക്കെ തണുപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്കത് വീട്ടിൽ കഴിക്കാനായിട്ടും പറ്റും. പുറത്തുനിന്നൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്കത് കൊടുക്കാനായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്കിലേക്ക് കിടക്കാം. ഇതുപോലെ നമുക്ക് ഒരു 2 ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം കേട്ടോ. നമ്മളിപ്പം പഴം കറുത്തൊക്കെ പോകുന്ന പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ എടുത്തിട്ട് കളയാതെ നമുക്ക് ഇപ്പോൾ ഈ റംസാനിൽ നല്ല ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2 ഏത്തപ്പഴം എടുത്ത് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വളം നമുക്ക് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ വാരിയിട്ടിട്ട് നമുക്ക് ഒരു കുറച്ച് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കൊരു എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ പാല് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത് ഒരു 2.5-3 ഗ്ലാസോളം പാലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പാല് നിങ്ങൾക്ക് കട്ടപ്പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടപ്പാൽ എടുത്ത് ഇടാം. ഇനിയിപ്പോൾ കട്ടപ്പാലില്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാൽ എടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഐസിൻ്റെ കട്ടകളുണ്ടെങ്കിൽ കട്ടകൾ വാരിയിട്ടാലും മതി കേട്ടോ. ഇനിയിപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കസ്കസ് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്ത് വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് കസ്കസ് നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുതിർന്ന് വരും. ഇനിയിപ്പോൾ നമുക്ക് ഈ കസ്കസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് ബൂസ്റ്റൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ ആളുകളൊക്കെ വരുമ്പം നമുക്കത് കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പിന്നെ തന്നെ അങ്ങനെ കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ദാഹം മാറാനായിട്ടും ഈ ഒരു ചൂടത്തുള്ള വിശപ്പ് മാറാനൊക്കെ ആയിട്ടും വളരെ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന അമ്മമാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉമ്മമാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ഡ്രിങ്ക് ഏകദേശം ഓക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ഒന്ന് തണുപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ നോമ്പ് ഉറക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ എത്തിക്കാൻ പറ്റുന്നതെന്ന് എത്തിച്ച് കൊടുക്കാം കേട്ടോ. നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. ഫോളോ ചെയ്ത ഫ്രണ്ട്സാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കണേ.